കൂട്ടുകാരെ, ഭരണഘടനയുടെ 12ാം അധ്യായത്തിൽ നമ്മൾക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളെക്കുറിച്ച് പഠിക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളെക്കുറിച്ച് പഠിക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ 22 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഓർത്തുവെക്കുക, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ 22 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. 8 മേജർ കമ്മിറ്റികളും 14 മൈനർ കമ്മിറ്റികളും. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ 22 കമ്മിറ്റികൾ ആണ് ഉണ്ടായിരുന്നത്. 8 മേജർ കമ്മിറ്റികളും 14 മൈനർ കമ്മിറ്റികളും. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ 22 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. 8 മേജർ കമ്മിറ്റികളും 14 മൈനർ കമ്മിറ്റികളും. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ 22 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. 8 മേജർ കമ്മിറ്റികളും 14 മൈനർ കമ്മിറ്റികളും. അതിൽ 8 മേജർ കമ്മിറ്റികളുടെ ചെയർമാനും കമ്മിറ്റികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 8 മേജർ കമ്മിറ്റികളുടെ ചെയർമാനും കമ്മിറ്റികളും ഏതെല്ലാമാണെന്ന് നോക്കാം. കമ്മിറ്റി ചെയർമാൻ. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും അതും ജവഹർലാൽ നെഹ്റു ആയിരുന്നു ചെയർമാൻ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ചെയർമാൻ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ചെയർമാൻ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ ആണെന്ന് ഓർമ്മിക്കുക. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. മേജർ കമ്മിറ്റികൾ 8 അതിൻ്റെ കമ്മിറ്റിയും ചെയർമാനുമാണ് നമ്മൾ പറയുന്നത്. മേജർ കമ്മിറ്റി 8 ആകെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 22 കമ്മിറ്റിയാണ്. അതിൽ 8 മേജർ കമ്മിറ്റിയും 14 മൈനർ കമ്മിറ്റിയുമാണുള്ളത്. അതിൽ 5ാമത്തത് അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയായിരുന്നു അതിൻ്റെ ചെയർമാൻ. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയ സർദാർ വല്ലഭായ് പട്ടേൽ ആണെന്ന് ഓർമ്മിക്കുക. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയ സർദാർ വല്ലഭായ് പട്ടേൽ ആണെന്ന് ഓർമ്മിക്കുക. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് ഓർമ്മിക്കുക. സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് ഓർമ്മിക്കുക. സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അങ്ങനെ 8 കമ്മിറ്റികളാണ് മേജർ കമ്മിറ്റികൾ. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ചെയർമാൻ. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ചെയർമാൻ. സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ചെയർമാൻ. സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ചെയർമാൻ. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ചെയർമാൻ. സ്റ്റിയറിംഗ് കമ്മിറ്റിയും റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്ന് ഓർമ്മിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിലെ 8 മേജർ കമ്മിറ്റികൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് ട്രൈബൽസ് ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ 8 മേജർ കമ്മിറ്റികൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. 1 യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, 2 യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, 3 പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയ. 5ാമത്തെ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. 6ാമത്തെ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി. ഈ കമ്മിറ്റികളുടെ ചെയർമാൻ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു തന്നെയാണ്. യൂണിയൻ വരുന്ന 2ഉം ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർമ്മിക്കുക. യൂണിയൻ വരുന്ന 2 കമ്മിറ്റിയും ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർമ്മിക്കുക. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ജവഹർലാൽ നെഹ്റു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ.
Advisory Committee on Fundamental Rights, Minorities, Tribals, Excluded Areas. Advisory Committee on Fundamental Rights, Minorities, Tribals, Excluded Areas. സർദാർ വല്ലഭായ് പട്ടേലാണ് ഓർമ്മിക്കുക. Advisory Committee on Fundamental Rights, Minorities, Tribals and Excluded Area. സർദാർ വല്ലഭായ് പട്ടേലാണെന്ന് ഓർമ്മിക്കുക. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി രാജേന്ദ്ര പ്രസാദാണ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആണ്. സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി അധികവും പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്, അതുകൊണ്ട് അത് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഈ ലിസ്റ്റിൽ 3 ജവഹർലാൽ നെഹ്റു ആണ്. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു തന്നെയാണ്. സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആണ്. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആണ്. സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ 2 പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയ സർദാർ വല്ലഭായ് പട്ടേലാണ്. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽസ് ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ് സർദാർ വല്ലഭായ് പട്ടേലാണെന്ന് ഓർമ്മിക്കുക. രാജേന്ദ്ര പ്രസാദ് 2 റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി രാജേന്ദ്ര പ്രസാദാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദാണ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി രാജേന്ദ്ര പ്രസാദാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണെന്ന് ഓർമ്മിക്കുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ചെയർമാൻ എന്ന് ഓർമ്മിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് അഡ്വൈസറി കമ്മിറ്റിയുടെ കീഴിലുള്ള 4 സബ് കമ്മിറ്റിയും ചെയർമാനും നോക്കാം. സബ് കമ്മിറ്റി അഡ്വൈസറി കമ്മിറ്റി കീഴിലുള്ള 4 സബ് കമ്മിറ്റികൾ. സബ് കമ്മിറ്റി ചെയർമാൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ജെ ബി കൃപലാനി. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ജെ ബി കൃപലാനി. മൈനോറിറ്റീസ് സബ് കമ്മിറ്റി എച്ച് എസ് മുഖർജി. മൈനോറിറ്റീസ് സബ് കമ്മിറ്റി എച്ച് എസ് മുഖർജി. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി ഗോപിനാഥ് ബർദലോയ്. എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് ആസാം ഒഴികെയുള്ളത് സബ് കമ്മിറ്റി എ വി താക്കർ ആണെന്ന് ഓർമ്മിക്കുക. അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. അഡ്വൈസറി കമ്മിറ്റിയുടെ കീഴിലുള്ള 4 സബ് കമ്മിറ്റികളും അതിൻ്റെ ചെയർമാനും ആരാണെന്ന് നോക്കാം. 4 സബ് കമ്മിറ്റികൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി, മൈനോറിറ്റീസ് സബ് കമ്മിറ്റി, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി. എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് ആസാം ഒഴികെയുള്ളത് സബ് കമ്മിറ്റി. ഇങ്ങനെ 4 സബ് കമ്മിറ്റി. അഡ്വൈസറി കമ്മിറ്റിയുടെ കീഴിലുള്ള സബ് കമ്മിറ്റി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ജെ ബി കൃപലാനിയാണ് ചെയർമാൻ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ജെ ബി കൃപലാനി ആണ് ചെയർമാൻ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ജെ ബി കൃപലാനിയാണ്. മൈനോറിറ്റി സബ് കമ്മിറ്റി എച്ച് സി മുഖർജി ആണ്. മൈനോറിറ്റി സബ് കമ്മിറ്റി എച്ച് സി മുഖർജി ആണ്. മൈനോറിറ്റി സബ് കമ്മിറ്റി എച്ച് സി മുഖർജി ആണെന്ന് ഓർമ്മിക്കുക. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ജെ ബി കൃപലാനിയാണ്. മൈനോറിറ്റീസ് സബ് കമ്മിറ്റി എച്ച് സി മുഖർജിയാണ്. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് അസം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് അസം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് സബ് ഏരിയാസ് സബ് കമ്മിറ്റി ഗോപിനാഥ് ബർദലോയ് ആണ്. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി ഗോപിനാഥ് ബോർദലോയ് ആണ്. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് അസം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി ഗോപിനാഥ് ബർദലോയ് ആണ്. എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് ആസാം ഒഴികെയുള്ള സബ് കമ്മിറ്റി എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി എ വി താക്കർ ആണ്. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് അസം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി ഗോപിനാഥ് ബർദലോയ് ആണ്. എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ സബ് കമ്മിറ്റി എ വി താക്കർ ആണെന്ന് ഓർമ്മിക്കുക. അഡ്വൈസറി കമ്മിറ്റി കീഴിലുള്ള 4 സബ് കമ്മിറ്റികൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ജെ ബി കൃപലാനിയാണ്. മൈനോറിറ്റി സബ് കമ്മിറ്റി എച്ച് സി മുഖർജിയാണ്. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് അസം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ സബ് കമ്മിറ്റി ഗോപിനാഥ് ബർദലോയ് ആണ്. എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ സബ് കമ്മിറ്റി എ വി താക്കർ ആണെന്ന് ഓർമ്മിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ 22 കമ്മിറ്റികളാണുള്ളത്. 8 മേജർ കമ്മിറ്റികളും 14 മൈനർ കമ്മിറ്റികളാണുള്ളതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിലെ 8 മേജർ കമ്മിറ്റികളും അഡ്വൈസറി കമ്മിറ്റിയുടെ കീഴിലുള്ള സബ് കമ്മിറ്റികളുമാണ് നമ്മൾ പഠിച്ചത്.
ഇനി പഠിക്കേണ്ടത് 14 മൈനർ കമ്മിറ്റികൾ. 14 മൈനർ കമ്മിറ്റികൾ നമുക്ക് നോക്കാം. 14 മൈനർ കമ്മിറ്റികൾ. കമ്മിറ്റി ചെയർമാൻ. അതിൽ ഒന്നാമത്തെ ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യറാണ്. ക്രെഡൻഷ്യൽസ് കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യറാണ്. ഹൗസ് കമ്മിറ്റി ബി പട്ടാഭി സീതാരാമയ്യ ആണ്. ഹൗസ് കമ്മിറ്റി ബി പട്ടാഭി സീതാരാമയ്യ ആണ്. ഹൗസ് കമ്മിറ്റി ബി പട്ടാഭി സീതാരാമയ്യ ആണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ഡോക്ടർ കെ എം മുൻഷിയാണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ഡോക്ടർ കെ എം മുൻഷിയാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. കമ്മിറ്റി ഓൺ ദി ഫങ്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ജി വി മാവുലങ്കറാണ്. കമ്മിറ്റി ഓൺ ദി ഫങ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ജി വി മാവുലങ്കറാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട് എസ് വരദാചാരിയാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട് എസ് വരദാചാരിയാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് എസ് വരദാചാരി തന്നെയാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് എസ് വരദാചാരി തന്നെയാണ്. കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ്. കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് ബി പട്ടാഭി സീതാരാമയ്യാണ്. ബി പട്ടാഭി രാമയ്യാണ്. കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് ബി പട്ടാഭി രാമയ്യ ആണ്. എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ പ്രൊവിൻസസ് ഓഫ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ പ്രൊവിൻഷൻസ് ഓഫ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നളിനി രഞ്ജൻ സർക്കാരാണ്. നളിനി രഞ്ജൻ സർക്കാരാണ്. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി എസ് കെ ദാർ ആണ്. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി എസ് കെ ദാർ ആണ്. സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദി ഡ്രാഫ്റ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ജവഹർലാൽ നെഹ്റു, പിന്നീട് ചെയർമാൻ രാജേന്ദ്ര പ്രസാദായി. സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദി ഡ്രാഫ്റ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു, പിന്നീട് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദായി. പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ ആണ്. പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ ആണ്. കമ്മിറ്റി ടു എക്സാമിൻ ദി എഫക്റ്റ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ജി വി മാവുലങ്കർ ആണ്. കമ്മിറ്റി ടു എക്സാമിൻ ദി എഫക്റ്റ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ജി വി മാവുലങ്കർ ആണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ 14 മൈനർ കമ്മിറ്റികളാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി. ക്രെഡൻഷ്യൽ കമ്മിറ്റി ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ക്രെഡൻഷ്യൽ കമ്മിറ്റി ഹൗസ് കമ്മിറ്റി. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്. കമ്മിറ്റി ഓൺ ദി ഫങ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കമ്മിറ്റി ഓൺ ദി ഫങ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി സിറ്റിസൺഷിപ്പ്. കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ്. എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ദി ഫിനാൻഷ്യൽ പ്രൊവിൻഷ്യൽ ഓഫ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി. സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദി ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രസ് ഗാലറി കമ്മിറ്റി. കമ്മിറ്റി ടു എക്സാമിൻ ദി ഇഫക്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ആണ് 14 മൈനർ കമ്മിറ്റികൾ. അതിൽ ഒന്നാമത്തെ കമ്മിറ്റി ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 14 മൈനർ കമ്മിറ്റികളിൽ ഒന്നാമത്തത് ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഫിനാൻസ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആണ്. ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആണ്. ഹൗസ് കമ്മിറ്റി ബി പട്ടാഭി സീതാരാമയ്യ ആണ്. ഹൗസ് കമ്മിറ്റി ബി പട്ടാഭി സീതാരാമയ്യാണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി കെ എം മുൻഷിയാണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി കെ എം മുൻഷിയാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. കമ്മിറ്റി ഓൺ ദി ഫങ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ജി വി മാവുലങ്കർ ആണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട് എസ് വരദാചാരി ആണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട് എസ് വരദാചാരി ആണ് ആദ്യത്തെയാണ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആണ്. ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആണ്. ഹൗസ് കമ്മിറ്റി ബി പട്ടാഭി സീതാരാമയ്യ ആണ്. ഹൗസ് കമ്മിറ്റി ബി പട്ടാഭി സീതാരാമയ്യ ആണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി കെ എം മുൻഷിയാണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി കെ എം മുൻഷിയാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി കെ എം മുൻഷിയാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. കമ്മിറ്റി ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ജി വി മാവുലങ്കർ ആണ്. കമ്മിറ്റി ഓൺ ദി ഫങ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ജി വി മാവുലങ്കർ ആണ്.
അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട് എസ് വരദാചാരി ആണ് ആദ്യത്തെ 7. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി, ക്രെഡൻഷ്യൽ കമ്മിറ്റി, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി, ക്രെഡൻഷ്യൽസ് കമ്മിറ്റി, ഹൗസ് കമ്മിറ്റി, ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി, അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്, കമ്മിറ്റി ഓൺ ദി ഫങ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ക്രെഡൻഷ്യൽസ് കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആണ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ക്രെഡൻഷ്യൽസ് കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആണ്. ക്രെഡൻഷ്യൽസ് കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആണ്. ഹൗസ് കമ്മിറ്റി ബി പട്ടാഭി സീതാരാമയ്യ ആണ്. ഹൗസ് കമ്മിറ്റി ബി പട്ടാഭി സീതാരാമയ്യ ആണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി കെ എം മുൻഷിയാണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി കെ എം മുൻഷിയാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. കമ്മിറ്റി ഓൺ ദി ഫങ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ജി വി മാവുലാങ്കർ ആണ്. കമ്മിറ്റി ഓൺ ദി ഫങ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ജി വി മാവുലങ്കർ ആണ്. കമ്മിറ്റി ഓൺ ദി ഫങ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ജി വി മാവുലങ്കർ ആണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട് എസ് വരദാചാരി ആണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട് എസ് വരദാചാരി ആണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട് എസ് വരദാചാരി ആണ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ് ആണ്. ക്രെഡൻഷ്യൽസ് കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആണ്. ഹൗസ് കമ്മിറ്റി ബി പട്ടാഭി സീതാരാമയ്യ ആണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി കെ എം മുൻഷിയാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് രാജേന്ദ്ര പ്രസാദ് ആണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. കമ്മിറ്റി ഓൺ ദി ഫങ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ജി വി മാവുലങ്കർ ആണ്. കമ്മിറ്റി ഓൺ ദി ഫങ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ജി വി മാവുലങ്കർ ആണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട് എസ് വരദാചാരിയാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട് എസ് വരദാചാരിയാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി സിറ്റിസൺഷിപ്പ് എസ് വരദാചാരിയാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട് എസ് വരദാചാരിയാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി സിറ്റിസൺഷിപ്പ്. ഇനി അടുത്ത നോക്കാം. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് എസ് വരദാചാരിയാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് എസ് വരദാചാരിയാണ്. കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് ബി പട്ടാഭി സീതാരാമയ്യ ആണ്. കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് ബി പട്ടാഭി സീതാരാമയ്യ ആണ്. എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ പ്രൊവിൻസസ് ഓഫ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ പ്രൊവിൻസസ് ഓഫ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നളിനി രഞ്ജൻ സർക്കാരാണ്. എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ പ്രൊവിൻസസ് ഓഫ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നളിനി രഞ്ജൻ സർക്കാരാണ്. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി എസ് കെ ദാർ ആണ്. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി എസ് കെ ദാർ ആണ്. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി എസ് കെ ദാർ ആണ്. സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദി ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദി ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ജവഹർലാൽ നെഹ്റു, പിന്നീട് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയി. സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദി ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദി ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം ജവഹർലാൽ നെഹ്റു ആയിരുന്നു, പിന്നീട് ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ആയി. പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ ആയിരുന്നു. പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ ആയിരുന്നു. പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ ആയിരുന്നു. കമ്മിറ്റി ടു എക്സാമിൻ ദി ഇഫക്റ്റ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ജി വി മാവുലങ്കർ ആണ്. കമ്മിറ്റി ടു എക്സാമിൻ ദി ഇഫക്റ്റ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ജി വി മാവുലങ്കർ ആണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട് എസ് വരദാചാരി ആയിരുന്നു. അതുപോലെ തന്നെ അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് എസ് വരദാചാരിയാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട് എസ് വരദാചാരിയാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് എസ് വരദാചാരി തന്നെയായിരുന്നു. കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് ബി പട്ടാഭി സീതാരാമയ്യ ആണ്. കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് ബി പട്ടാഭി സീതാരാമയ്യ ആണ്. കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് ബി പട്ടാഭി സീതാരാമയ്യ ആണ്. കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് ബി പട്ടാഭി സീതാരാമയ്യ ആണ്. എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ പ്രൊവിൻസസ് ഓഫ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ പ്രൊവിൻസസ് ഓഫ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നളിനി രഞ്ജൻ സർക്കാരാണ്. എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ പ്രൊവിൻസസ് ഓഫ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നളിനി രഞ്ജൻ സർക്കാർ ആണ്. കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് ബി പട്ടാഭി സീതാരാമയ്യ ആണ്. എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ പ്രൊവിൻസസ് ഓഫ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നളിനി രഞ്ജൻ സർക്കാരാണ്. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി എസ് കെ ദാർ ആണ്. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി എസ് കെ ദാർ ആണ്. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി എസ് കെ ദാർ ആണ്. കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് ബി പട്ടാഭി സീതാരാമയ്യ ആണ്. എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ പ്രൊവിൻസസ് ഓഫ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നളിനി രഞ്ജൻ സർക്കാരാണ്. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി എസ് കെ ദാർ ആണ്.
സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദി ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദി ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പിന്നീട് ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ആയി മാറി. പിന്നീട് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദായി എന്ന് ഓർമ്മിക്കുക. സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദി ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പിന്നീട് രാജേന്ദ്ര പ്രസാദായി. പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ ആണ്. പ്രസ് ഗാലറി കമ്മിറ്റി, ഇത് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റും. പ്രസ് ഗാലറി കമ്മിറ്റി വേറെ തന്നെ ഒരു നെയിമായതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റും. പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ ആണ്. പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൻ്റെ ഇഫക്റ്റിനെ കുറിച്ചുള്ള കമ്മിറ്റി GV മാവുലങ്കർ ആണ് എന്ന് ഓർമ്മിക്കുക. കമ്മിറ്റി ടു എക്സാമിൻ ദി ഇഫക്റ്റ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് GV മാവുലങ്കർ ആണ് എന്ന് ഓർമ്മിക്കുക. അങ്ങനെ 14 മൈനർ കമ്മിറ്റികളും 8 മേജർ കമ്മിറ്റികളും നമ്മൾ പഠിച്ചു. ഇടയിൽ വരുന്ന 4 സബ് കമ്മിറ്റികളും ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ വീഡിയോ ആവർത്തിച്ച് കേൾക്കുക. ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്. ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.